Hello everyone, I am Anjana Ann and welcome to my YouTube channel Make Off a Life. അപ്പോൾ ഇന്ന് മേക്ക് ഓഫ് എ ലൈഫിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ഒരു പ്രധാന സാധനമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലേഡീസിന് അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വലി മെൻ ആൻഡ് വുമൻ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സാധനമാണ്. മേക്കപ്പ് പ്രൊഡക്ട്സിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അണ്ടർ ആംസ്, അതായത് സ്വെറ്റിങ്ങിൽ നിന്ന് ആ ഒരു എന്താ പറയുന്നത്, ആ സ്വെറ്റിങ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഷർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ സ്വെറ്റ് ചെയ്തിരിക്കുന്ന പാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും നമ്മുടെ ഡിയോഡ്രൻസിനെ പറ്റിയിട്ടാണ്. ഒത്തിരി ഡിയോഡ്രൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പല ഡിയോഡ്രൻസ് ട്രൈ ചെയ്തൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സമ്മർ ടൈമിൽ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഡിയോഡ്രൻസ് അത്യാവശ്യമായൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും സ്കിൻ അലർജീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഡിയോഡ്രൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള 2-3 ഡിയോഡ്രൻസ് ഉണ്ട്. ഞാൻ കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആമൻ ഹാർമറിൻ്റെ എസെൻഷ്യൽസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിയോഡ്രൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഡിയോഡ്രൻറ്റ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഏകദേശം എന്താ ഇങ്ങനെയാണുള്ളത്. നമ്മുടെ സാധാ നിവിയയുടെയൊക്കെ പോലത്തെ ഡിയോഡ്രൻറ്റ് സ്റ്റിക്കാണ്. ഇതൊരു ലൈമിൻ്റെ സ്മെല്ലാണ്. ഇതിൻ്റെ ഒരു ഡിയോഡ്രൻറ്റ് സ്റ്റിക്ക് തീർന്നു. അത് കഴിഞ്ഞിട്ട് പുതിയതാണ്, രണ്ടാമത്തേതാണ്. ഇതിലുള്ളത് ഗ്ലൈക്കോൾ ഉണ്ട്, പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ട്, സോഡിയം സ്റ്റെറേറ്റ് ഉണ്ട്, അതേപോലെ കുറച്ച് ഫ്ലവർ ഓയിൽസ് ഉണ്ട്, പിന്നെ സിട്രസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഇത് അത്ര അലർജീസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബ്രാൻഡ് അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ട്, പിന്നെ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് നിവ്യയുടെ ഈ ഒരു ഡിയോഡ്രൻറ്റ്. ഇതെൻ്റെ ആദ്യത്തെ കുപ്പിയായിരുന്നു. ഇത് തീർന്നു. ഇനി ഇച്ചിരിയും കൂടി ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇതായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇത് ഒരു റോൾ ഓൺ ടൈപ്പാണ്. ആൻഡ് ഇതെന്ന് പറയാൻ നല്ല ഒരു ലിക്വിഡ് കണ്ടോ, നമ്മുടെ നല്ല ശരിക്കും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എനിക്കങ്ങനെ സ്വെറ്റിംഗ് ഉള്ള ആളല്ല, പക്ഷേ എനിക്കിത് ഈ ഡിയോഡ്രൻസ് രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ റുട്ടീൻ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഡിയോഡ്രൻറ്റ് പുരട്ടിയില്ലെങ്കിൽ എന്തോ വലിയൊരു കുറവാണ്. അപ്പോൾ ഞാൻ നിവ്യ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പുതിയ ഒന്നുകൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതും ആമസോൺ പർച്ചേസാണ്. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ നിവ്യ ഡിയോഡ്രൻസ് ആണ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിയോഡ്രൻസ് അത്യാവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും നമുക്ക് സ്വെറ്റിംഗ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡിയോഡ്രൻസ് യൂസ് ചെയ്യണം. അലർജിക് ഇഷ്യൂസ് ഉള്ളവർ ആ ടൈപ്പ്, നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത ടൈപ്പ് അല്ലെങ്കിൽ ഒത്തിരി ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഡിയോഡ്രൻസ് അവൈലബിൾ ആണ്. അത് ഡെർമറ്റോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.